പരിപാടികൾ നടത്താറ്. ഈ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി നേരത്തെ സംസാരിക്കുകയാണ് എൻവയോൺമെന്റൽ ഡേനെ പറ്റി. സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കാലവർഷം സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറ് ജൂലൈ അവസാനം ഓഗസ്റ്റ് മാസത്തിലാണ്. എന്നാൽ ഈ വർഷം നമുക്ക് സമ്മർ റെയിൻസ് വളരെ കുറവാണ് ലഭിച്ചത്. അത് കൂടാതെ കാലവർഷമാണോ സമ്മർ റെയിൻസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ വളരെ പെട്ടെന്ന് മെയ് മാസം അവസാനം തന്നെ മഴ വരികയും കേരളത്തിന്റെ ഏകദേശം നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിന്റെ അടിയിൽ ആവുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ തീരപ്രദേശത്ത് തന്നെ ഒരു മേഘവിസ്ഫോടനം, സാധാരണ ഞങ്ങള് മലയോരക്കാരാണ് മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അതിന്റെ പ്രതിസന്ധികൾ അനുഭവിക്കുകയൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ തീരപ്രദേശത്ത് തന്നെ മേഘവിസ്ഫോടനം നടന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പം കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൗഡ്സിന്റെ ഫോർമേഷനിലും അതിന്റെ ഘടനയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വലിയ തോതിൽ ഓരോ വർഷം കഴിയുമ്പോഴും വലിയ തോതിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരത്തിലാണ് നമ്മൾ വേൾഡ് എൻവയോൺമെന്റൽ ഡേ ഡേയിലൂടെ കടന്നു പോകുന്നത്. അത് ആഘോഷിക്കുകയാണോ ആചരിക്കുകയാണോ ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആ ദിവസം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതുവരെ നമ്മൾ സംസാരിച്ചിരുന്നത് ഇത് 1972 സ്റ്റോക്ക്ഹോം കൺവെൻഷന്റെ ഭാഗമായിട്ട് ആണ് ഇത് തുടങ്ങിയത്. അത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ എന്തുകൊണ്ടാണ് വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഒരു ഡേന്റെ ആവശ്യം എന്താണ്, മനുഷ്യർക്ക് പരിസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള അവയർനെസ് ഉണ്ടാവേണ്ടതിന്റെ ആവശ്യം എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുൻപ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്തരം ആമുഖങ്ങളുടെ ആവശ്യമൊന്നും നമുക്കില്ല. പരിസ്ഥിതി പ്രശ്നം എന്താണ് എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട്. അതെന്താ വെച്ചാല്, പണ്ട് നമുക്ക് നമ്മുടെ പുഴയിലുണ്ടാകുന്ന മലിനീകരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മല ഇടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് വെട്ടി അവിടെ ഏകവിളത്തോട്ടം ഉണ്ടാക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒരു അണക്കെട്ട് വരുന്നതോ ഒക്കെ ആയിരുന്നു നമ്മുടെ വലിയ പരിസ്ഥിതി പ്രശ്നങ്ങളെങ്കിൽ ഇപ്പൊ നമ്മുടെ പരിസ്ഥിതി പ്രശ്നം നമ്മുടെ സർക്കാരിനോട് അപ്പൊ നമുക്ക് പറയാൻ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ നദി മലിനപ്പെടുകയാണ്, അത് മലിനപ്പെടുന്നതിനുള്ള സോഴ്സ് നമുക്കറിയാം, ഇന്ന സോഴ്സ് നിന്നാണ് നദി മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ നമുക്ക് സമരം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന ഫാക്ടറി അടയ്ക്കേണ്ട ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മലിനജലം നമ്മുടെ നദിയിലേക്ക് ഒഴുക്കരുതെന്നോ ക്വാറി അടയ്ക്കണമെന്നോ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് സമരം ചെയ്യാനുള്ള സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് മേഘവിസ്ഫോടനം വരുമ്പോൾ ആരോടാണ് സമരം ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞാൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ തന്നെ അതിന്റെ സ്വഭാവം തന്നെ മാറുകയും അതിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള മാനം വലിയ തോതിൽ മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പം വേൾഡ് എൻവയോൺമെന്റൽ ഡേയിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതുവരെ സംസാരിച്ചതുപോലത്തെ ചരിത്രങ്ങൾ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് വേറെയും കുറെ കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും, എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ആലോചനയിലാണ് സത്യത്തിൽ ഈ പ്രാവശ്യത്തെ നമ്മുടെ സ്ലോഗൻ. ഈ പ്രാവശ്യത്തെ എല്ലാ പ്രാവശ്യവും വേൾഡ് എൻവയോൺമെന്റൽ ഡേക്ക് ഒരു സ്ലോഗൻ ഉണ്ടാവും. നമുക്ക് ഏറ്റവും ആദ്യത്തെ ഓൺലി വൺ എർത്ത് എന്നുള്ള ഏറ്റവും ആദ്യത്തെ സ്ലോഗൻ തന്നെ വളരെ 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 പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. എപ്പോഴും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് ഒരേ ഒരു ഭൂമിയേ ഉള്ളൂ, ആ ഒരേ ഒരു ഭൂമിക്കകത്തുള്ള സമുദ്രങ്ങളും വൻകരകളും പർവ്വതങ്ങളും മലകളും ഒക്കെ ചേർന്നിട്ടുള്ള ഈ വിഭവങ്ങൾ, ഇവിടെയുള്ള നിരവധിയായിട്ടുള്ള ജൈവ വൈവിധ്യങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഈ വിഭവങ്ങൾ മാത്രമാണ് നമുക്ക് ആശ്രയിക്കാനായിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ എന്ന സന്ദേശമാണ് ഓൺലി വൺ എർത്ത് അല്ലെങ്കിൽ ഒരേ ഒരു ഭൂമി എന്നുള്ള സന്ദേശത്തിലൂടെ ഏറ്റവും ആദ്യത്തെ എൻവയോൺമെന്റൽ ഡേക്ക് തന്നെ നമ്മൾ പറയാൻ വേണ്ടി തുടങ്ങിയത്. അത് ഇന്നും വളരെ പ്രസക്തമായി നിലനിൽക്കുകയാണ്. പക്ഷെ ഈ വർഷം
നമ്മളുടെ സ്ലോഗൻ എന്ന് പറയുന്നത് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, വി ആർ ജനറേഷൻ റിസ്റ്ററേഷൻ എന്നാണ്. അപ്പോ ഈ റിസ്റ്ററേഷൻ എന്നുള്ള വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വി ആർ ജനറേഷൻ റിസ്റ്ററേഷൻ എന്നാണ് പറയുന്നത്. നമ്മള് റീസ്റ്ററേഷൻ നടത്തണ്ട, പുനഃസ്ഥാപിക്കേണ്ട തലമുറയാണ് അത്. അപ്പൊ ശരിക്കും ഇനി നമുക്ക് നഷ്ടപ്പെടുത്താനും ഡിസ്ട്രോയ് ചെയ്യാനും ആയിട്ടൊന്നുമില്ല, ചൂഷണം ചെയ്യാനായിട്ടൊന്നുമില്ല, മാറ്റിമറിക്കാനായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് നിലനിൽക്കണമെങ്കിൽ, ഇത്ര കാലവും നമ്മൾ വികസനത്തിന് വേണ്ടി, പ്രത്യേകിച്ചും കഴിഞ്ഞ 300 വർഷങ്ങളുടെ ചരിത്രമാണ് നമ്മൾ എപ്പോഴും പറയും. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷമുള്ള 300 വർഷം നമ്മൾ ആവശ്യത്തിലധികം വിഭവങ്ങൾ ഭൂമിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇക്കോസിസ്റ്റങ്ങൾക്കും ബയോഡൈവേഴ്സിറ്റികൾക്കും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇംബാലൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നമ്മൾ എന്ന് ഞാൻ പറയുന്നത് മനുഷ്യരെ പറ്റിയിട്ടാണ്. ആ മനുഷ്യരുടെ ഇടയിലുള്ള ഇൻഇക്വാലിറ്റീസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് അതിന്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തെ ആന്ത്രപ്പോസീൻ എന്ന് വിളിക്കുന്നത്. അതായത് മനുഷ്യന്മാര് ഒരു പ്രത്യേക വിധത്തിൽ വികസിക്കാനും അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്താനും അതിനുവേണ്ടി പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും വലിയ തോതിൽ മാറ്റിമറിക്കാനും തുടങ്ങിയതിന് ശേഷം നമുക്കുണ്ടായിട്ടുള്ള പരിസ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റത്തെയാണ് പരിസ്ഥിതിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ആന്ത്രപ്പോസിൻ എന്ന് പറയുന്നത്. ഈ ആന്ത്രപ്പോസിൻ എന്ന പ്രയോഗം എത്രത്തോളം ശരിയാണ് എന്നുള്ളത് പല സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനാൽ അവര് പറയുന്ന ഒരു കാര്യം, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈ മാറ്റങ്ങൾക്ക് കാരണഭൂതരായിട്ടില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഗുണഫലങ്ങൾ അനുഭവിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മനുഷ്യന്മാരും ഇതിന്റെ കാരണക്കാരാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ക്യാപിറ്റോസിൻ എന്ന് വിളിക്കുന്ന ചില ശാസ്ത്രകാരന്മാരും ഉണ്ട്. കാരണം നമുക്കറിയാം, അമിതോൽപാദനം, അതിന്റെ ഭാഗമായിട്ടുള്ള വിപണി വലിയ തോതിൽ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട്, എണ്ണ അടക്കമുള്ള പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഉൽപാദന വ്യവസ്ഥ, ആ ഉൽപാദന വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗതാഗത സംവിധാനങ്ങൾ, അതുപോലെ ഈ കൃഷി അടക്കമുള്ള ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ അടക്കമുള്ള സംഗതികളിൽ പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ, ഇത്തരത്തിലുള്ള ശൃംഖല, ഉൽപാദന വിതരണ ശൃംഖലകളാണ്, ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള ഉൽപാദന വിതരണ ശൃംഖലകളാണ് ആക്ച്വലി നമ്മുടെ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ മൂലകാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് റീസ്റ്ററേഷൻ ഇനി നമുക്ക് കൂടുതൽ നശിപ്പിക്കാനില്ല, നമുക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. ഇനി നമുക്ക് മനുഷ്യരായിട്ട് ഈ ഭൂലോകത്ത് നിലനിൽക്കണമെങ്കിൽ, ചിലപ്പോൾ നിലനിൽക്കുമായിരിക്കും മറ്റു പല രൂപത്തിലും, ഭൂമി ചിലപ്പോൾ നിലനിൽക്കുമായിരിക്കും, പക്ഷെ മനുഷ്യർക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് റീസ്റ്റോറേഷനെ പറ്റി ആലോചിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ എന്താണ് റീസ്റ്റോർ ചെയ്യേണ്ടത്? റീസ്റ്റോർ ചെയ്യേണ്ടത് നമ്മുടെ ഇക്കോസിസ്റ്റങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇക്കോസിസ്റ്റങ്ങൾ പ്രാധാന്യമുള്ളതാകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ഈ എൻവിറോൺമെന്റൽ ഡേക്ക് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറച്ചും കൂടി വിശദമായിട്ട് അവരൊരു തീമും കൂടി കൊടുക്കുന്നുണ്ട്. ലാൻഡ് റിസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ് എന്നാണ് ഈ പ്രാവശ്യത്തെ എൻവിറോൺമെന്റൽ ഡേയുടെ തീമായിട്ട് പറയുന്നത്. ഇതൊരു തുടർച്ചയാണ്. അതായത് 2018 പ്രത്യേകിച്ചും നമ്മുടെ 2018 കൊറോണയ്ക്ക് ശേഷം വന്നിട്ടുള്ള വേൾഡ് എൻവിറോൺമെന്റൽ ഡേക്ക് കൊറോണ ശരിക്കും വലിയ തോതിലുള്ള ഒരു സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ലോകത്തിന് കൊടുത്തിട്ടുണ്ട്. കൊറോണയ്ക്ക് മുമ്പ് നമുക്ക് നിപ്പ പോലത്തെ വൈറസുകൾ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റു പല ചെറിയ തോതിൽ അവിടെയൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള സൂനോട്ടിക് ഡിസീസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 2018 ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കിയ ഒരു വലിയ കാര്യം എന്താ വെച്ചാൽ, പരിസ്ഥിതി നാശമാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം. അത് തന്നെ പരിസ്ഥിതി നാശത്തിൽ തന്നെ ഇക്കോസിസ്റ്റങ്ങളുടെ ഡീഗ്രഡേഷൻ ആണ്. ഇക്കോസിസ്റ്റങ്ങളുടെ ഡീഗ്രഡേഷനിൽ തന്നെ ചിലതരം ജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ശോഷണവും അത് ജീവിവർഗങ്ങളുടെ മേലെ ഉണ്ടാക്കുന്ന പ്രഷറുമാണ് ഇത്തരത്തിലുള്ള വലിയ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നത്. ജന്തുക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളുടെ പൊട്ടിപ്പുറപ്പെടലിന് കാരണമാകുന്നത് എന്നുള്ള മനസ്സിലാക്കലിന്റെ ഭാഗമായിട്ടാണ് ആ വർഷം നമുക്ക് ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ഡെക്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 10 വർഷം ഇക്കോസിസ്റ്റങ്ങളെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും
രാജ്യങ്ങളോടും UN ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു ഡെക്കേഡിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു ദശാബ്ദത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ദശാബ്ദം അതിന്റെ കൂടെ തന്നെ ചേർത്ത് വന്നിട്ടുള്ള മറ്റൊരു ആശയമാണ് വൺ വേർഡ് വൺ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതും പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമായിട്ട് ഒരു ആരോഗ്യ സംരക്ഷണം സാധ്യമല്ല. ഒരു ലോകത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യന്മാർക്ക് ആരോഗ്യമുള്ളൂ. ലോകത്തിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയുടെ ആരോഗ്യമാണ്, മറ്റ് ജീവിവർഗങ്ങളുടെ ആരോഗ്യമാണ്, അതുപോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിന്റെയും ആരോഗ്യമാണ്. ഒരു തരത്തിൽ ഒന്നും കൂടെ ആലോചിച്ചാൽ നമുക്ക് പുറത്തൊരു ഇക്കോസിസ്റ്റം ഉണ്ട്, അതുപോലെ നമ്മുടെ അകത്തും ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്. എന്താണ് ആവാസ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഇക്കോസിസ്റ്റങ്ങൾ എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോ സ്കൂളിൽ പോയി കുട്ടികളോടോ അല്ലെങ്കിൽ പുറത്തു പോയി ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ റിസ്റ്റോർ ചെയ്യേണ്ട ഇക്കോസിസ്റ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പൊതുവിൽ പറയാറ് ഫോറസ്റ്റ്, ലാൻഡ്, മണ്ണ്, വെറ്റ്ലാൻഡ്സ്, ഓഷ്യൻസ് അങ്ങനെയൊക്കെ നമ്മൾ പറയും. സമുദ്രങ്ങളാണ്, മണ്ണാണ്, തണ്ണീർത്തടങ്ങളാണ്, വനങ്ങളാണ്, ഒക്കെ നമ്മള് കായലുകളാണ് നമ്മൾ റിസ്റ്റോർ ചെയ്യേണ്ട ഇക്കോസിസ്റ്റങ്ങൾ എന്ന് നമ്മൾ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ഇക്കോസിസ്റ്റത്തിനെ കുറച്ചും കൂടെ ആഴത്തിൽ ഡിഫൈൻ ചെയ്യാൻ നോക്കിയാൽ നമ്മൾ തന്നെ ഒരു ഇക്കോസിസ്റ്റമാണ്. നമുക്ക് ചുറ്റും നമ്മളൊരു നഗരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നഗരം നമ്മുടെ ഇക്കോസിസ്റ്റമാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയാണ്. ഇക്കോസിസ്റ്റവും ആവാസ വ്യവസ്ഥയും ഹാബിറ്റാറ്റും ഒക്കെ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷെ നമുക്ക് പൊതുവിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുപാടും ആരോഗ്യകരമായിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കും ആരോഗ്യം ഉണ്ടാവും. അപ്പൊ വെൽനെസ്, ഹ്യൂമൻ വെൽനെസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിന്റെയും അവിടെയുള്ള മറ്റു മൃഗങ്ങളുടെയും ആരോഗ്യം കൂടി ചേർന്നതാണ് എന്നുള്ളതാണ്. അതിനകത്തുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഈ പറയുന്ന സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ജീവിവർഗത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ പ്രശ്നം ഉണ്ടായാൽ ആ ജീവിവർഗത്തിന്റെ അകത്ത് ജീവിക്കുന്ന മറ്റു പല ജീവികളുണ്ട്. ഇപ്പം ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ പല ജീവികളുടെയും ശരീരത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്നുണ്ട്. എങ്ങനെയാണ് എങ്ങനെയാണ് ആ ജീവികൾ അവരുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് വന്നത്? ഇപ്പൊ മനുഷ്യന്മാരുടെ നമ്മളുടെ ദഹന വ്യവസ്ഥയ്ക്ക് അകത്ത് തന്നെ ജീവിക്കുന്ന പല ബാക്ടീരിയകളും ഉണ്ട്. ഇത്തരം ബാക്ടീരിയകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായത് എന്ന് അന്വേഷിച്ചാൽ നമുക്ക് അതിന് ചില എവല്യൂഷണറി റീസൺസ് മനസ്സിലാവും. എന്താണ്, പരിണാമപരമായ ചില കാരണങ്ങൾ മനസ്സിലാവും. ഏതോ കാലത്ത് മണ്ണിൽ നിന്നും ഫലങ്ങൾ എടുത്ത് ഭക്ഷിച്ചിരുന്ന മനുഷ്യന്മാർക്ക് അന്ന് മണ്ണിൽ നിന്നും ഈ മണ്ണിൽ നിന്ന് ഫലം എടുത്ത് കഴിക്കുമ്പോൾ, പഴങ്ങൾ എടുത്ത് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ വരാൻ സാധ്യതയുള്ള പത്തോജൻസിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മറ്റു ബാക്ടീരിയകൾ നമ്മുടെ വയറ്റിനകത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ പഴങ്ങളെല്ലാം കഴുകി തിന്ന് ജീവിക്കാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ, വേവിച്ച് തിന്ന് ജീവിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ അത്തരം സൂക്ഷ്മജീവികൾക്ക് നമ്മളുടെ വയറ്റിൽ വലിയ ഫങ്ഷൻ ഒന്നുമില്ല. പക്ഷെ സ്റ്റിൽ ദേ ആർ ലിവിങ് വിത്ത് അസ്. നമ്മുടെ കൂടെ തന്നെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരുനെയൊക്കെയാണ് നമ്മൾ സഹപരിണാമം എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ പല ജീവിവർഗങ്ങളുടെയും ശരീരത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരുപാട് സൂക്ഷ്മജീവികൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും സമയത്ത് അവരുടെ ഇക്കോസിസ്റ്റത്തിനകത്ത് പ്രഷർ ഉണ്ടാവുകയും ഇവർക്ക് സർവൈവൽ ബുദ്ധിമുട്ടാണെന്ന്, ഈ ഹോസ്റ്റ് ബോഡിക്ക് സർവൈവൽ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയും ചെയ്യുന്ന സമയത്ത് ഇത്തരം സൂക്ഷ്മജീവികൾ അവരുടെ ആ ശരീരങ്ങൾ വിട്ട് പുറത്തേക്ക് വരികയും അത് മറ്റു ശരീരങ്ങളെ തേടുകയും ചെയ്യും. അപ്പൊ ഏകദേശം ഒരുപോലത്തെ ജീവിവർഗങ്ങളായിട്ടുള്ള മറ്റു ജീവികളിലേക്ക് അത് പടരും. ഇപ്പൊ ഞങ്ങളെ വയനാട്ടിലൊക്കെ KFD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. കുരങ്ങ് പനി എന്നാണ് നമ്മൾ അതിനെ മലയാളത്തിൽ പറയാം. കുരങ്ങ് പനി എപ്പോ കുരങ്ങിൽ നിന്നും ചെള്ളിലേക്കും ചെള്ളിൽ നിന്നും മനുഷ്യരിലേക്കും വരാൻ സാധ്യതയുള്ള ഒരു വൈറസ് ആണ്. അത് ഇതൊക്കെ വളരെയധികം കൂടുതലുള്ള ഒരു വൈറസ് ആണ് KFD വൈറസ് എന്ന് പറയുന്നത്. അതേപോലെ നിപ്പേനെ പറ്റി ഇപ്പൊ ഇന്നലെയും നിപ്പേനെ പറ്റിയിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടു. ഇതുപോലെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഡിസീസുകൾ ഉണ്ട്. ഇതെല്ലാം തന്നെ ഇക്കോസിസ്റ്റത്തിന്റെ, നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതി, പലപ്പോഴും നമ്മൾ അതിനെ നിപ്പ വരാൻ സാധ്യതയുണ്ടെങ്കിൽ വവ്വാലിനെ ഒഴിവാക്കാം, വവ്വാലിനെയാണ് നമ്മൾ പേടിയായിട്ട് കാണുന്നത്. പക്ഷെ വവ്വാലിന് ആരോഗ്യമുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടാവുകയും വയബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടാവുകയും അവർക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ ബാക്കി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ സൊല്യൂഷൻ. വവ്വാലുകളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ അങ്ങനെ നോക്കിയ ഹ്യൂമൻ ഹെൽത്തുമായി ബന്ധപ്പെട്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വലിയ ത്രെട്ടുകളിൽ നമുക്ക് ഇക്കോസിസ്റ്റത്തിന്റെ റീസ്റ്റോറേഷൻസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഏത് ഇക്കോസിസ്റ്റം ആണെങ്കിൽ പോലും. അപ്പോ എന്താണ്
വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഏതൊക്കെ ഇക്കോസിസ്റ്റംസ് ആണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ഫോറസ്റ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ എന്താണ് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിന്റെ പ്രാധാന്യം? ഇപ്പൊ കേരളത്തിലൊക്കെ നമുക്ക് കുറച്ച് കാലമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം. ഫോറസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്, വനം കൂടുകയാണ് ചെയ്യുന്നത്. വനത്തിന്റെ, നമുക്ക് കുട്ടികളോടാണ് സംസാരിക്കേണ്ടത് എന്ന് ഒരാള് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികളോട് സംസാരിക്കുമ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ്. ഇതിന്റെ സ്റ്റോക്ക്ഹോമിന്റെ ചരിത്രം, അത്തരം കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ഓൾറെഡി ഉള്ള കണ്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി വ്യത്യാസമായിട്ട് പറയാൻ ശ്രമിച്ചത്. കുറച്ചുകൂടി കുട്ടികളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാൻ അവസാനത്തേക്ക് ശ്രമിക്കാം. അപ്പോ ഞാനിപ്പോ പറഞ്ഞത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ശരിക്കും കേരളത്തിൽ വീണ്ടും വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇക്കോസിസ്റ്റം ആണ് ഫോറസ്റ്റ്. 2 തരത്തിലാണ്. ഒരു വശത്ത് നമുക്ക് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വലിയ തോതിൽ എല്ലാ സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും പറയാനുണ്ടോ? മനുഷ്യരും വന്യമൃഗങ്ങളുമായിട്ടുള്ള സംഘർഷം വലിയ തോതിൽ എല്ലാ സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരു വശത്ത്. മറ്റൊരു വശത്ത് വനത്തിന്റെ അളവ് കൂടുകയാണ് എന്നുള്ള ഒരു വാദവും നിലനിൽക്കുന്നുണ്ട്. വനത്തിന്റെ അളവ് കൂടുകയാണ്, മനുഷ്യരുടെ അളവ് മൃഗങ്ങളുടെ എണ്ണം കൂടുകയാണ്, അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുള്ള പിന്നെ വാദങ്ങളും നമുക്ക് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി നമ്മൾ നോക്കേണ്ടത് മനുഷ്യ വന്യമൃഗ സംഘർഷം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വനം എന്ന് പറഞ്ഞിട്ടുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിന്റെ അതിന്റെ ആരോഗ്യം ഇല്ലാതെ ആയതിന്റെ ഒരു സൂചനയായിട്ട് വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇനി തന്നെ ഈ വനം എന്ന് പറഞ്ഞിട്ടുള്ള ആവാസ വ്യവസ്ഥ നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? അതിനകത്ത് നമുക്ക് വെള്ളം വരും. വയനാട് പോലുള്ള പ്രദേശത്തിലൊക്കെ ഞാൻ ഗവേഷണം ചെയ്യുന്ന കുറിച്യ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം, വയനാട് നായന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള പഴയ വിഭാഗങ്ങളെല്ലാം തന്നെ അവര് സ്വയം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. മലയിലുള്ള മരമാണ് വയലിലെ വളം എന്നവർ പറയും. അതുപോലെ മലയിലും ഉണ്ടെങ്കിൽ വയലിൽ വെള്ളവും ഉണ്ടാവൂ എന്നവർ പറയും. അപ്പം ആളുകൾ പറയുന്ന അതൊരു പഴമൊഴിയാണ്. ആ പഴമൊഴിയെന്ന് സൂചിപ്പിക്കുന്നത് വനമുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് മലയില് മരമുണ്ടെങ്കിൽ വേനൽക്കാലത്ത് അത് ഇല കൊഴിയും. ആ ഇല മണ്ണിന്റെ മേലെ നിക്ഷേപിക്കപ്പെടും. അത് മേൽമണ്ണായിട്ടിലെ ഹ്യൂമസ് ആയിട്ട് അവിടെ ഉണ്ടാവും. മഴ പെയ്യുന്ന നേരത്ത് ഈ പറയുന്ന ഹ്യൂമസ് എല്ലാം മഴവെള്ളത്തിൽ ഒഴുകി വരികയും അത് വയലിൽ കെട്ടിക്കിടക്കുകയും വയലിൽ വെള്ളം പൊങ്ങുമ്പോൾ ഈ ഹ്യൂമസ് മണ്ണിലടിയുകയും അതാണ് മണ്ണിലെ വളമായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ മലയില് മരം ഉണ്ടെങ്കിൽ മാത്രമാണ് പെയ്യുന്ന മഴ വെള്ളം മണ്ണിലിറങ്ങി അത് നീരുറവകളായി വന്ന് ഗ്രൗണ്ട് വാട്ടർ ആയിട്ടും സർഫസ് വാട്ടർ സിസ്റ്റം ആയിട്ടും നിലനിൽക്കുകയുള്ളൂ. അപ്പൊ ഈ 2 തരത്തിൽ നോക്കിയാലും നമുക്ക് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് ഒരുപാട് മനുഷ്യർക്ക്, നമ്മൾ വനത്തോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് ഉള്ള ഭക്ഷണ വസ്തുക്കൾ വനത്തിനകത്തുണ്ട്. അത് മൃഗങ്ങൾക്കും മനുഷ്യർക്കുമുള്ള ഭക്ഷണ വസ്തുക്കൾ വനത്തിനകത്തുണ്ട്. ഒരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചിലകളൊക്കെ തന്നെ മനുഷ്യര് വനത്തിൽ നിന്നെടുത്ത് കഴിക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്കിപ്പോ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാലത്ത് തന്നെ നമുക്ക് പറയാൻ പറ്റിയ ഒരു വലിയ കാര്യം, നമ്മുടെ പല വിളകളും നെല്ല് പോലത്തെ കുരുമുളക് പോലത്തെ പോലുള്ള നിരവധിയായിട്ടുള്ള വിളകൾക്ക് കാലാവസ്ഥ വ്യതിയാനം വലിയ തോതിലുള്ള പ്രതിസന്ധി കൊണ്ടുവരുന്നുണ്ട്. അത് പിന്നെ ചൂട് കൂടുന്ന സമയത്ത് ചില വെറൈറ്റികൾ അപ്പാടെ പോയി പോകും. ചില വർഷം ചില പ്രത്യേക അസുഖങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അസുഖങ്ങൾ വന്നാൽ നമുക്ക് ചില വെറൈറ്റികൾക്ക് ആ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്തെടുത്ത വിള ഇനങ്ങൾ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാലത്ത് തുടർന്ന് അതിന്റെ കൃഷിക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളിപ്പോ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പല നെല്ലിനങ്ങൾക്കും അതിന്റെ മൂപ്പിന്റെ നീളം കൂടിയത് കൊണ്ട്, കുറഞ്ഞത് കൊണ്ട്, അതുപോലെ മഴ പെയ്യുമ്പം മണി കൊഴിഞ്ഞു പോകുന്ന നെല്ലുണ്ട്, മഴ പെയ്താലും മണി കൊഴിഞ്ഞു പോകാത്ത നെല്ലുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള പലവിധ വെറൈറ്റീസ് ഒക്കെയാണ്. അപ്പൊ പലതും പുതിയ കാലാവസ്ഥയിൽ, മാറുന്ന കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാം, ചിലത് മാറുന്ന കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാതിരിക്കാം. അപ്പൊ ഞാൻ വനത്തെ പറ്റിയിട്ടാണ് പറഞ്ഞു വന്നത്. വനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, വനത്തില് ഇപ്പോഴും ഈ നമ്മൾ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്ത് എടുത്തിട്ടുള്ള ഭക്ഷ്യവിളകളുടെ വൈൽഡ് റിലേറ്റീവ്സ് ഉണ്ട്, വന്യ ബന്ധുക്കളുണ്ട്.
അപ്പൊ അതവിടെ സംരക്ഷിക്കും. ഇപ്പൊ നമുക്ക് കാട്ടുപാവയ്ക്ക, കാട്ടുപടവലം, അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഇനി കൂണുകൾ, അതുപോലെ എന്താണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള നിരവധി കുരുമുളകിന്റെ തന്നെ വെറൈറ്റീസ്, ഇതെല്ലാം വനത്തിലുണ്ട്. അപ്പൊ ഇതിനെയെല്ലാം നമുക്ക് ഇനി ഒരിക്കൽ ഒരു ഒരു നോഹന്റെ പേടകം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ വനങ്ങൾ. ഇനി ഒരിക്കൽ നമുക്കൊരു ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടായാൽ എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ജനറ്റിക് പൂളാണ് വനത്തിലിരിക്കുന്ന ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ വെറ്റ്ലാൻഡ്സ് പോലത്തെ സ്ഥലങ്ങളിൽ അതിന് നടുക്കൂടെ ഒഴുകി കൊടുക്കുന്ന സ്ട്രീമുകളുടെ സൈഡിലൊക്കെയുള്ള ഒരുപാട് വെജിറ്റബിൾസ് കളക്ട് ചെയ്തിട്ട് ആൾക്കാർ ഇപ്പോഴും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെ പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത്. അവയായിരിക്കാം ഒരു പക്ഷേ ഇനി ഒരു കാലത്ത് നമ്മുടെ പുതിയ കാലാവസ്ഥയിൽ ഇണങ്ങി ജീവിക്കാൻ പറ്റുന്ന ക്രോപ്പുകളായിട്ട് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്നത്. അതിന് നമ്മൾ ജനറ്റിക് പൂൾ എന്നാണ് പറയുന്നത്, കാടിനകത്തുള്ള. അപ്പൊ ഇത്തരം ഇക്കോസിസ്റ്റങ്ങളുടെ സംരക്ഷണവും റിസ്റ്ററേഷനും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ വയനാട്ടിലെ കാടുകളെ പറ്റി പറയുകയാണെങ്കിൽ, വയനാട്ടിലെ കാട്ടിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഇൻവേസീവ് സ്പീഷീസ് ആയിട്ടുള്ള പല പ്ലാന്റ്സും. ആദ്യം ലെന്താന, യുപ്പറ്റേറിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ബുഷസ് ആയിരുന്നു വളരെ കൂടുതലായിട്ട് വളർന്നിരുന്നതെങ്കിൽ ഇപ്പൊ അത് വലിയ തോതിലുള്ള വലിയ വലിയ മരമാണ്. സന്ന എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ഞക്കൊന്ന എന്ന് പറഞ്ഞ വലിയൊരു മരങ്ങളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം മരങ്ങൾ വളരുമ്പോഴും, ഇത്തരം ഇൻവേസീവ് പ്ലാന്റ് സ്പീഷീസ് വളരുമ്പോഴും, അത് കൂടാതെ കാടിനകത്തുകൂടി നമ്മൾ ഒരുപാട് റോഡുകൾ വെട്ടുന്നു, കാടിനകത്തേക്ക് ടൂറിസത്തിന്റെ പേരിൽ മനുഷ്യർ പോകുന്നു, കാടിന്റെ ഫ്രിഞ്ചസിൽ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളും ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ വനം എന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള ഷോക്കുകളുണ്ട്. ഈ ഷോക്കുകൾ കാരണം കൂടിയാണ് അവിടെ ഈ പറഞ്ഞിട്ടുള്ള ഇൻവേസീവ് സ്പീഷീസ് ഒക്കെ വളരുന്നത്. വേറൊരു കാര്യം, പുതിയ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ഒരു വർക്ക്ഷോപ്പിൽ ഒരു സയന്റിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, സ്വാഭാവികമായും ചുറ്റുവട്ടത്തും മണ്ണ് വളരെയധികം ഡീഗ്രേഡഡ് ആവുകയും ചുറ്റുവട്ടത്തും വലിയ തോതിൽ കാർബൺ, അന്തരീക്ഷത്തിൽ സാധാരണയിൽ കൂടുതൽ കാർബണിന്റെ അളവ് ഉണ്ടാവുകയും ചെയ്യുമ്പം സസ്യങ്ങളുടെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് വളരെയധികം പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള ചെടികളാണ് ഇപ്പൊ ഈ സെന്ന പോലത്തെ, വയനാട്ടിലൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, വയനാട്ടിലൊക്കെ കാട്ടിനകത്ത് കാണുന്ന വലിയൊരു മരമാണിത്. ആ മരം വലിയ തോതിൽ പടർന്നിട്ട് കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പൊ മറ്റ് ആനിമൽസിനും മനുഷ്യർക്കും ഒക്കെ അവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്ന വിഭവങ്ങൾ എടുക്കാൻ പറ്റാതാവുകയും മണ്ണും അല്ലാതെ വീണ്ടും ഡീഗ്രേഡ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പിന്നെ ഇതിനെ റിമൂവ് ചെയ്യണം എന്നാണ് നമ്മള് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം റീസ്റ്റോറേഷന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സയന്റിസ്റ്റ് പറഞ്ഞത്, കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ കാർബണിന്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരം സസ്യങ്ങൾ ഇത്ര അധികം വളരുന്നത്. അപ്പൊ അതിനെ നമ്മൾ റിമൂവ് ചെയ്യാണോ ചെയ്യേണ്ടത്, അതോ ഒരു സൈക്കിൾ എന്നുള്ള രീതിയിൽ അത് വളർന്നു വലുതായി വീണ്ടും തിരിച്ച് മറ്റു സസ്യങ്ങൾ, മണ്ണിന്റെ ഒരു റിസ്റ്റോറേഷൻ നടക്കുകയും നാച്ചുറൽ ആയിട്ട് നടക്കുകയും മറ്റു സസ്യങ്ങൾ അതിനകത്ത് നിന്ന് വളർന്നു വരികയും ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുകയാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്കും ഉത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ച് കാലാവസ്ഥ വ്യതിയാന കാലത്തും വലിയ തോതിലുള്ള രണ്ടു തരത്തിലാണ്. ആവാസ വ്യവസ്ഥന്റെ ശോഷണം കാരണം പ്രാദേശികമായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നേറ്റീവ് ആയിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളെ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് മാറുന്ന കാലാവസ്ഥയെ പിടിച്ചു നിർത്താനുള്ള വലിയ സാധ്യതകളുണ്ട്. ഫ്യൂച്ചറിലേക്കുള്ള ഒരുപാട് റിസോഴ്സുകൾ, ജനറ്റിക് റിസോഴ്സുകൾ ഇത്തരം ആവാസ വ്യവസ്ഥകൾ നിലനിർത്തുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കെ തന്നെ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത, ശാസ്ത്രലോകം ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന നിരവധി ചേഞ്ചസ് ഈ പറയുന്ന ആവാസ വ്യവസ്ഥകൾക്കകത്ത് കാലാവസ്ഥ വ്യതിയാനം തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചാലഞ്ചസ് ആണ് നമ്മുടെ മുന്നിലുള്ളത് റീസ്റ്റോറേഷൻ എന്നുള്ളത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ ഫോറസ്റ്റിനെ റീസ്റ്റോർ ചെയ്യാന്നുള്ളത് ഇപ്പൊ വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കാൻ വന്നത്, ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണോ? അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് വീണ്ടും പിന്നെ നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസസിലെ ഒരു സയന്റിസ്റ്റിന്റെ പ്രഭാഷണം ഞാൻ കേൾക്കുകയുണ്ടായി. അതിൽ അവര് വർക്ക് ചെയ്യുന്നത് ഈ ഡീഗ്രേഡഡ് എന്താണ് നമ്മുടെ ത്രോണി ഫോറസ്റ്റിലാണ്. കുറച്ച് ഇതായിട്ടുള്ള പാറക്കൂട്ടങ്ങളും മുള്ളുകൾ പോലുള്ള ചെടികളൊക്കെ ഉള്ള
കുറച്ച് സ്ഥലം നമുക്ക് ചിലപ്പം ഡീഗ്രേഡഡ് ഫോറസ്റ്റ് എന്നൊക്കെ നമുക്ക് കണ്ടാ തോന്നുന്ന വെളിം പ്രദേശങ്ങളൊക്കെയുള്ള ഇന്ത്യയിലെ കാടുകളുടെ മേലെയാണ് അവർ ഗവേഷണം നടത്തുന്നത്. അപ്പൊ അവര് പറഞ്ഞ ഒരു കാര്യം, ഇപ്പം നമുക്ക് ഈ കാർബൺ ആണല്ലോ എല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ 2070 ആകുമ്പോഴേക്കും നെറ്റ് സീറോ ആക്കും എന്നൊക്കെ നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ എല്ലാ ഇക്വേഷൻസും കാർബണിലേക്ക് ചുരുങ്ങി വരുന്ന സമയത്ത് കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ട്രീ പ്ലാന്റ് ചെയ്യാന്നുള്ളതാണല്ലോ ഒരു അന്തർദേശീയ തരത്തിലുള്ള ഒരു എഗ്രിമെന്റിന്റെ പ്രശ്നം. അങ്ങനെ വരുന്ന സമയത്ത് ഇവര് പറയുന്നത് ഫോറസ്റ്റിന്റെ വ്യാപ്തി കൂട്ടുക. ഫോറസ്റ്റിന്റെ വ്യാപ്തി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവർ മനസ്സിലാക്കുന്നത് മരം നട്ടിട്ടുള്ള പ്രദേശങ്ങളുടെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ, ഈ ത്രോണി ഫോറസ്റ്റ് പോലത്തെ പ്രദേശങ്ങളിൽ ട്രീ പ്ലാന്റ് ചെയ്യാനും ഒക്കെയുള്ള ആലോചനകളുണ്ട്. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ ട്രീ കവർ എന്നുള്ളതല്ല, പകരം ഫോറസ്റ്റ് കവർ എന്നുള്ളതാണ്. അതിൽ തന്നെ ഫോറസ്റ്റിന് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇപ്പൊ നമുക്ക് വയനാട്ടിൽ തന്നെ അറിയാം, നമ്മുടെ വലിയ മലകളിലുള്ള ഫോറസ്റ്റും നമ്മുടെ സമതലങ്ങളിലുള്ള ഫോറസ്റ്റും തമ്മിൽ വ്യത്യാസമാണ്. അതുപോലെ മലകളുടെ മുകളിൽ നമുക്ക് പുൽമേടുകളാണുള്ളത്. അത് കഴിഞ്ഞാൽ മലയിടുക്കുകളിൽ നമുക്ക് ചോലക്കാടുകളാണുള്ളത്. അതേസമയം നമുക്ക് സമതല പ്രദേശങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഇല പൊഴിയുന്ന സെമി എവർഗ്രീൻ ഫോറസ്റ്റുകൾ ആണുള്ളത്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഇന്ത്യക്കകത്ത് പ്രത്യേകിച്ചും ഈ ത്രോണി ഫോറസ്റ്റുകൾക്ക് നമ്മൾ ഡീഗ്രേഡഡ് ഫോറസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന അഫോറസ്ട്രേഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റിവെക്കുന്ന, റിസ്റ്റോറേഷന്റെ പേരിൽ മാറ്റിവെക്കുന്ന ഈ പ്രദേശങ്ങൾക്ക് വേറെ തരം ഇക്കോസിസ്റ്റം സർവീസുകൾ ഉണ്ട്. അത് ഈ അവിടെ മാത്രം ജീവിക്കുന്ന ജീവിവർഗങ്ങളുണ്ട്. ഇനി മനുഷ്യർക്ക് പോലും ഇന്ത്യയിലെ പാസ്റ്ററൽ കമ്മ്യൂണിറ്റീസ്, ഈ ആടുമാടുകളെ ഈ ഒട്ടകങ്ങളെയൊക്കെ കൊണ്ടു നടന്ന് യാത്ര ചെയ്ത് ജീവിക്കുന്ന നിരവധിയായിട്ടുള്ള പാസ്റ്ററൽ കമ്മ്യൂണിറ്റീസ് ജീവിക്കുന്നത് തന്നെ, അവരുടെ ലൈവ്ലിഹുഡ് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത്തരം ത്രോണി ഫോറസ്റ്റുകളിലാണ്. അപ്പോ ഈ റീസ്റ്റോറേഷൻ, ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്ന് പറയുന്നതിനെ ഫോറസ്റ്റ് റീസ്റ്റോറേഷനെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. അതിനെ നമുക്ക് ഒരിക്കലും മരം നട്ടുകൊണ്ട് ട്രീ കവർ കൂട്ടുക എന്നുള്ളതിലേക്ക് മിനിമൈസ് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ആ ഒരു കാര്യം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കാർബൺ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഡിസ്കോഴ്സിൽ അന്തർദേശീയമായിട്ടുള്ള എഗ്രിമെന്റുകളുടെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാരുകൾ എല്ലാ പരിസ്ഥിതി പ്രശ്നങ്ങളിലെയും കാർബണിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രവണതയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ ഫോറസ്റ്റ് ലോയ്ക്കും സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ വനം പോളിസി ലോ മാറ്റിയിട്ടില്ല, ലോ മാറ്റാൻ വേണ്ടി ആലോചിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ത്യൻ ഫോറസ്റ്റ് പോളിസിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ ഇന്ത്യൻ ഫോറസ്റ്റ് പോളിസിയിൽ വരുത്തിയ മാറ്റത്തിനെ പറ്റി ശാസ്ത്രാധിപ പരിഷത്തൊക്കെ നമ്മൾ അതിനെപ്പറ്റി എഴുതുകയും സർക്കാരിന് നിവേദനങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ, നമ്മുടെ റെക്കമെൻഡേഷൻസ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. പോളിസി അംഗീകരിച്ചിട്ടുണ്ട്. അത് പ്രൊഡക്ഷൻ ഫോറസ്ട്രിയിലേക്ക് മാറുന്നതാണ്. പ്രൊഡക്ഷൻ ഫോറസ്ട്രി എന്ന് പറയുമ്പം ഇന്ത്യക്ക് അകത്തുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും വനം ലീസിനെടുത്തുകൊണ്ട് വനത്തിനകത്ത് പിന്നെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അത് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന നിയമമാണ്. അപ്പൊ ആ നിയമം ഈ കാർബണുമായി ഇക്വേറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വനത്തിന്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ഡെക്കേഡ് മുന്നോട്ട് വെക്കുന്ന ആശയം, ഈ വർഷത്തെ നമ്മുടെ പിന്നെ എൻവിറോൺമെന്റൽ ദിനത്തിന്റെ സ്ലോഗൻ മുന്നോട്ട് വെക്കുന്ന ആശയമൊക്കെ ലാൻഡ് റിസ്റ്റോറേഷൻ, ഡ്രോട്ട് എന്നൊക്കെ പറയുമ്പം അത് എല്ലാ ഫോറസ്റ്റിനെയും ഒരു ഇക്കോസിസ്റ്റം ആയിട്ട് കാണുകയും ആ ഇക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകതകളോട് കൂടി തന്നെ അതിനെ സംരക്ഷിക്കാൻ പറ്റിയാലും മാത്രമാണ് നമുക്ക് ആ ഇക്കോസിസ്റ്റത്തിൻ്റെതായിട്ടുള്ള സർവീസുകൾ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പൊ മാത്രമാണ് നമ്മൾ പറഞ്ഞ വൺ വേൾഡ് വൺ ഹെൽത്ത് കോൺസെപ്റ്റിലേക്കൊക്കെ പോവുകയും ഈ ഒരു ആവാസ വ്യവസ്ഥേനെ പൂർണ്ണമായിട്ടും നമുക്ക് നിലനിർത്താനും പറ്റുള്ളൂ. ഇത് ഫോറസ്റ്റിന്റെ കാര്യം. ഫോറസ്റ്റിന് കുറച്ചെങ്കിലും നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻസ് ഒക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. പിന്നീടുള്ള നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു വലിയ ഇക്കോസിസ്റ്റം ആണ് വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റത്തിന്റെ സ്ഥിതി എന്താണെന്ന്. ഒരു ഇക്കോസിസ്റ്റം അത് അതിൻ്റെതായിട്ടുള്ള, നമ്മളൊരു ലാൻഡ്സ്കേപ്പ് എന്ന് വിളിക്കും. ഒരു ഓരോ ഞങ്ങൾക്ക് വയനാടിനെ നമുക്കൊരു ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. കേരളത്തിനെ മൊത്തത്തിൽ നമുക്കൊരു ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും.
അങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിനെ ഡിഫൈൻ ചെയ്യുമ്പം ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൾട്ടിപ്പിൾ ഇക്കോസിസ്റ്റംസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയുടെ മേലെ പുൽമേടുണ്ട്, ചോലക്കാടുണ്ട്, പിന്നെ നമുക്ക് അതിന്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ചെറിയ കുന്നുകളുണ്ട്, പിന്നീട് നമുക്ക് സമതലങ്ങളുണ്ട്, നമുക്ക് കായലുകളുണ്ട്, നദികളുണ്ട്, നദീതീരങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇക്കോസിസ്റ്റങ്ങൾ. സമുദ്രതീരമുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇക്കോസിസ്റ്റങ്ങളാണ്. ഈ ഓരോ ഇക്കോസിസ്റ്റത്തിനും ഒരു ലാൻഡ്സ്കേപ്പിനകത്ത് യഥാർത്ഥത്തിൽ പ്രത്യേകം ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നിലനിൽക്കുന്ന ഒരു ഫങ്ഷനാണ്, ഒരു പ്രക്രിയയാണ്. ജലം അവിടുന്ന് ഇങ്ങോട്ട് ഒഴുകുന്നുണ്ടായിരിക്കും, ന്യൂട്രീഷൻസ് അവിടുന്ന് ഇങ്ങോട്ട് ഒഴുകുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു ഇക്കോസിസ്റ്റം. അപ്പൊ ഓരോ ഇക്കോസിസ്റ്റങ്ങളുടെ ആരോഗ്യവും അതിന്റെ നിലനിൽപ്പും അതുപോലെ തന്നെ വ്യത്യസ്ത ഇക്കോസിസ്റ്റങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റിയും നെറ്റ്വർക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ലാൻഡ്സ്കേപ്പിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വെറ്റ്ലാൻഡ്സ് എന്ന് പറഞ്ഞാല് ഇതിനെ കണക്ട് ചെയ്യുന്ന വലിയ ഒരു സിസ്റ്റമാണ്. വെള്ളത്തിന്റെ, ന്യൂട്രിയൻസിന്റെ, അതുപോലെ ബയോഡൈവേഴ്സിറ്റിന്റെ ഒക്കെ തന്നെ വലിയ ഒരു സ്റ്റോർ ഹൗസ് എന്ന് നമുക്ക് പറയാം. ഭൂമിയുടെ കിഡ്നി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് വെള്ളത്തെ പറ്റി മാത്രം ആലോചിക്കുമ്പോൾ. മറ്റു പല തരത്തിലും നോക്കിയാലും വെറ്റ്ലാൻഡ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്കോസിസ്റ്റം ആണ്. കേരളത്തെ സംബന്ധിച്ച് അങ്ങോളം ഇങ്ങോളം നമുക്ക് ഇപ്പം നിലനിൽക്കുന്ന എല്ലാ റോഡുകളും ഉണ്ടാക്കിയ ഹിസ്റ്ററി ഒക്കെ വായിക്കുമ്പോൾ, ബ്രിട്ടീഷുകാർ കേരളത്തിലെ റോഡ് ഉണ്ടാക്കിയ ഹിസ്റ്ററി ഒക്കെ വായിച്ചാൽ ഒരുപാട് പ്രാവശ്യം വീണ്ടും ഉണ്ടാക്കി, വീണ്ടും താണുപോയി, വീണ്ടും ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോഴത്തെ റോഡുകൾ നമ്മൾ ഉണ്ടാക്കിയെന്ന് പറയും. അത് ഒരു തരത്തിൽ നമുക്ക് വികസനത്തിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ടും കാണാം. വേറൊരു തരത്തിൽ എത്രത്തോളം ആഴമുള്ള, എത്രത്തോളം മാർഷിയായിരുന്നിട്ടുള്ള വെറ്റ്ലാൻഡ്സ് ആയിരുന്നു നമ്മുടെ കേരളം എന്നുള്ളതും നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതാണ് നമ്മളിപ്പൊ പുതിയതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെയും ഇന്നലെയും ഇന്നും ഒക്കെ മിനിഞ്ഞാന്നും ഒക്കെ നമ്മൾ കാണുന്ന വെള്ളക്കെട്ടുകളെയും ഈ വെറ്റ്ലാൻഡുകളെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് വായിക്കാൻ കൂടി കഴിയണം എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ശരിക്കും റീസ്റ്റോറേഷന്റെ ഡെക്കേഡാണ്, നമ്മൾ തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ എത്രത്തോളം ആണ് ഇപ്പൊ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ വർഷവും നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കൂടി എത്രത്തോളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് എത്ര പോകാൻ വേണ്ടി കഴിയും? അങ്ങനെ പോയാൽ നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ആഗോള തലത്തിലല്ല, പ്രാദേശിക തലത്തിൽ തന്നെ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ ഈ വേൾഡ് എൻവിറോൺമെന്റൽ ഡേ നമുക്ക് തരുന്നത്. പിന്നെ കടലിനെ പറ്റി പറഞ്ഞാൽ, കടലിനെ പറ്റിയും കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കടൽ തീരങ്ങൾ. ക്ലൈമറ്റ് ചേഞ്ച് തന്നെ സ്വാഭാവികമായിട്ട് തന്നെ പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കിട്ടുന്ന 2 മത്സ്യ ഇനങ്ങളായിട്ടുള്ള മത്തിയും അയലയും പാവപ്പെട്ടവരുടെ മീനാണ്, പ്രോട്ടീനാണ്. മുഴുവൻ പാവപ്പെട്ടവരുടെയും പ്രോട്ടീൻ സോഴ്സ് ആണ് മത്തിയും അയലയും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിത ഉപാധി കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുന്ന 2 മീനുകളാണ് ഈ മത്തിയും അയലയും. കാലാവസ്ഥ വ്യതിയാനം വലിയ തോതിൽ ഈ മത്തിന്റെയും അയലേന്റെയും പോപ്പുലേഷനിലെ ഡിസ്ട്രിബ്യൂഷനിലും അവരുടെ മൈഗ്രേഷൻ പാറ്റേണിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പണ്ട് കേരള തീരത്തേക്ക് വന്നുകൊണ്ടിരുന്ന മത്തി അയലയും ഇപ്പം വലിയ തോതിൽ മേലേക്ക് രണ്ട് സ്ഥലത്തും, തമിഴ്നാടിന് അപ്പുറത്തെ സൈഡിലും ഇന്ത്യൻ ഓഷ്യനിലും അറേബ്യൻ സീയിലും മേലോട്ട് ആണ് അവരുടെ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. താഴ്ഭാഗത്തേക്ക്, ഇന്ത്യ ഏറ്റവും താഴെ കേരളത്തിന്റെ കോസ്റ്റിലേക്ക് വളരെ കുറച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റു പല മത്സ്യങ്ങളുടെയും അവൈലബിലിറ്റി, അതിന്റെ ഇതിൽ വലിയ തോതിലുള്ള മാറ്റം വരുന്നുണ്ടെന്ന് നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾ എല്ലാവരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പൊ എന്ത് ഇക്കോസിസ്റ്റമാണ്? ഇക്കോസിസ്റ്റത്തെ പറ്റി ആലോചിക്കും നമുക്ക് കണ്ടൽ കാടുകളെ പറ്റി ആലോചിക്കേണ്ടി വരും. ഈ കടൽ കയറ്റം, കടലിലുണ്ടാകുന്ന കടൽക്ഷോഭങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ റെസിലിയന്റ് എന്നുള്ള ഒരു വാക്ക് ഇപ്രാവശ്യത്തെ സ്ലോഗനിലുണ്ട്. റെസിലിയന്റ് എന്ന് പറഞ്ഞാൽ താങ്ങൽ ശേഷി എന്നാണ് നമുക്കതിനെ മലയാളത്തിലേക്ക് ഒരു വിധത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ പുറത്തുനിന്നുള്ള ആഘാതങ്ങളെ താങ്ങാനുള്ള ഏതൊരു വ്യവസ്ഥയുടെയും ശേഷിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് വിളിക്കുക. അപ്പൊ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ തീരങ്ങളുടെ റെസിലിയൻസ്, ഈ പറയുന്ന കടക്ഷോഭങ്ങളിൽ നിന്നുണ്ടാകുന്ന ആഘാതങ്ങളെ താങ്ങാനുള്ള കേരള തീരത്തിന്റെ ശേഷിയെ നിർണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു
ഒരു ഇക്കോസിസ്റ്റമാണ് നമുക്ക് നമ്മുടെ കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. പക്ഷെ കണ്ടൽ കാടുകൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി നമുക്ക് എത്ര കണ്ടൽ കാടുകളുണ്ട്? അവയെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും? നമ്മുടെ വികസനത്തിന്റെ ഇതേ ഗതിയിൽ തന്നെ പോയാൽ നമുക്ക് നമ്മുടെ തീരങ്ങളെ ഇക്കോ റീസ്റ്റോറേഷനിലൂടെ സംരക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ ലോകത്തോട് UNEP പറയുന്നു ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷനിൽ കൂടിയാണ് നമുക്ക് ഇനി പ്രതിരോധിക്കാൻ കഴിയുക, നിലനിൽക്കാൻ കഴിയുക എന്നുള്ളത്. പക്ഷെ നമ്മളുടെ റീസ്റ്റോറേഷന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. സമുദ്രത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നീടുള്ളത്. പക്ഷെ സമയത്തിന്റെ ഒക്കെ പരിമിതി കൊണ്ട് അത്രയും പോകുന്നില്ല. ഇനിയുള്ളത് നമ്മുടെ മണ്ണാണ്. മണ്ണ് ഇതുപോലെ വലിയ ഒരു ഇക്കോസിസ്റ്റം ആണ്. ഒരു പക്ഷെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു ഇക്കോസിസ്റ്റമാണ് മണ്ണ്. മണ്ണിനെ നമ്മൾ പലപ്പോഴും കൃഷിക്കുള്ള ഉപാധിയായിട്ടാണ് കാണുന്നത്. ആക്ച്വലി മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണിനകത്ത് തന്നെ, മണ്ണ് രൂപപ്പെടുന്നത് തന്നെ ഒരുപാട് വർഷങ്ങളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ, പ്രകൃതിയിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയുടെ ഭാഗമായിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് മേൽമണ്ണിനെ ഒഴുക്കിക്കളയാൻ വേണ്ടി പറ്റും. അതുപോലെ മണ്ണിനകത്ത് ഉള്ള ജീവജാലങ്ങൾ, ഒരുപാട് ജീവജാലങ്ങൾ, ഇപ്പം മണ്ണിര പോലുള്ള ജീവികൾ, അതുപോലെ മണ്ണിന്റെ മേലെ വീഴുന്ന ഇലകൾക്ക് മേലെ ജീവിക്കുന്ന ജീവികൾ, അതിന്റെ പല അടരുകളിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികളും അല്ലാത്തവരുമായിട്ടുള്ള ജീവികൾ. ഇപ്പം ഞാൻ വീണ്ടും വയനാടിന്റെ ഉദാഹരണം പറയാൻ എടുക്കുന്ന എന്തുകൊണ്ടാ വെച്ചാല് എനിക്ക് ഏറ്റവും കൂടുതൽ താഴെ നിന്നുള്ള എക്സാമ്പിൾ പറയാൻ പറ്റുന്ന അതാണെന്നുള്ളത് കൊണ്ടാണ്. വയനാട്ടിലെ വളരെ പ്രധാനപ്പെട്ട, കേരളത്തിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ കയറ്റുമതി ചെയ്തിരുന്ന ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള കുരുമുളക്, വിളയായിട്ടുള്ള കുരുമുളകിനെ പറ്റി നോക്കിയാൽ നമ്മുടെ അഭിമാനമാണ്. വയനാട് എന്ന് പറഞ്ഞാൽ കുരുമുളകിന്റെ സ്ഥലമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഒരു കാലത്ത് 1990കളുടെ അവസാനത്ത് വലിയ തോതിലുള്ള ഒരു രോഗം, ക്വിക്ക് വിൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, ദ്രുതവാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം കുരുമുളകിനെ ബാധിക്കുകയും വയനാട്ടിലുള്ള ഏകദേശം എല്ലാ കുരുമുളക് തോട്ടങ്ങളും തന്നെ നശിച്ചു പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള കുരുമുളകിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞ ഒരു സമയമായിരുന്നത്. പിന്നീട് ഒരുപാട് പഠനങ്ങൾ അതിനെ സംബന്ധിച്ച് നടന്നു. നമുക്ക് കണ്ടെത്താൻ പറ്റിയ ഒരു കാര്യം എന്താ വെച്ചാൽ മണ്ണിനകത്ത് വളരെ കാലമായിട്ട് ഇവിടെ ജീവിച്ചിരുന്ന പിന്നെ ഇതിന്റെ റൂട്ടിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു പാത്തോജനാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. സ്യൂഡോമോണസ് എന്ന് ഫൈറ്റോത്തോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്തോജനാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മജീവിയും അതേ മണ്ണിൽ തന്നെ ജീവിച്ചിരുന്നു. പക്ഷെ നമ്മുടെ മണ്ണിന്റെ സ്വഭാവം വല്ലാതെ മാറി, മണ്ണിലെ ജൈവാംശം കുറഞ്ഞു, മണ്ണിൽ വെള്ളം നിൽക്കുന്നതിനുള്ള സുഷിരങ്ങൾ ഇല്ലാതായി, ഒലിച്ചു വാർന്നു പോകുന്നതിനുള്ള സുഷിരങ്ങൾ ഇല്ലാതായി. അങ്ങനെ മണ്ണിന്റെ ഘടന മാറിയ സമയത്ത് മണ്ണിനകത്ത് ഈ പാത്തോജനെ പ്രതിരോധിക്കുന്നതിനുള്ള ജീവികളുടെ എണ്ണം വളരെയധികം കുറയുകയും, എന്നാൽ പാത്തോജൻസിന് വളരെ രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾക്ക് വലിയ തോതിൽ പെറ്റുപെരുകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയും അതാണ് കുരുമുളക് ചെടികളെ ബാധിക്കുകയും ചെയ്തത് എന്നാണ്. എന്നാൽ അതിനുശേഷം നമ്മുടെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഒക്കെ തന്നെ മണ്ണ് റീസ്റ്റോർ ചെയ്യണം, മണ്ണിനെ പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ളതിനു വേണ്ടി പലവിധ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടും ഇപ്പോഴും നമുക്ക് ആ പഴയ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരാനോ വയനാട്ടിലെ കുരുമുളക് കൃഷിയുടെ പ്രൗഢിയെ തിരിച്ചു കൊണ്ടുവരാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഒരിക്കൽ മണ്ണ് എന്ന ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അത് ഭക്ഷണത്തിന്റെ അടിസ്ഥാനമാണ്, കൃഷിയുടെ അടിസ്ഥാനമാണ്, മറ്റു പല കാര്യങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ള മണ്ണിനെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതും വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷനെ പറ്റി പറയുമ്പോൾ മണ്ണിന്റെ റീസ്റ്റോറേഷനെ പറ്റി കൂടി ആലോചിക്കേണ്ടതുണ്ട്, അതിനെപ്പറ്റി കൂടി പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഇതൊക്കെ കഴിയുമ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് നമുക്ക് നിൽക്കുന്നത്. നമ്മൾ അതിനെ വലിയ മഴയായിട്ടും ചൂട് കൂടുന്നതായിട്ടും മഞ്ഞുരുകുന്നതായിട്ടും സമുദ്രം കയറുന്നതായിട്ടും വേലിയേറ്റങ്ങൾ, ഇറങ്ങിപ്പോകാത്ത ഇറക്കമില്ലാത്ത വേലിയേറ്റങ്ങളായിട്ടൊക്കെ മനസ്സിലാക്കുന്നു. കേരളം പ്രത്യേകിച്ചും നമ്മുടെ തീരപ്രദേശങ്ങളില് കടലിന്റെ പ്രശ്നമുണ്ട്, മലമ്പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുകളുടെ പ്രശ്നമുണ്ട്. കണ്ണൂർ ജില്ലയൊക്കെ രണ്ടും ഉള്ള പ്രദേശങ്ങളാണ്. അതുപോലെ മറ്റു പ്രദേശങ്ങളിലാണെങ്കിൽ മഴയുടെ അസമയത്തുള്ള മഴ കാരണം കൃഷിയും മറ്റ് ജീവസന്ധാരണ പ്രവർത്തനങ്ങളും പ്രശ്നത്തിലാകുന്നുണ്ട്. ആരോഗ്യം,
ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നൈയിൽ വെച്ച് അറ്റൻഡ് ചെയ്ത ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു മീറ്റിംഗിൽ അവിടെ ഒരു പേപ്പർ കണ്ടത് ചൂട് കൂടുന്നത് മനുഷ്യരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ തോതിൽ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് ചൂട് കൂടുന്നത് എന്നുള്ളതാണ്. അതേപോലെ കടൽ തീരത്തും മലയോരത്തും ജീവിക്കുന്ന ആൾക്കാർക്ക് ആൻസൈറ്റി കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. മഴ ഇല്ലാത്ത സമയത്ത് പോലും ആൻസൈറ്റി കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മൾ അതുപോലെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന രോഗങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇത്തരത്തിൽ മനുഷ്യർ എല്ലാ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തെയും എല്ലാ വശങ്ങളെയും സ്വാധീനിക്കുന്ന രീതിയിലാണ് കാലാവസ്ഥാ വ്യതിയാനം പല രീതിയിൽ അതിന്റെ മാനിഫെസ്റ്റേഷൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിനെ പ്രതിരോധിക്കുന്നതിൽ ഈ ഇക്കോസിസ്റ്റങ്ങളുടെ റീസ്റ്റോറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തരത്തിലെങ്കിലും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നത് പ്രാദേശിക തലത്തിൽ മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ആഗോളതലത്തിലുള്ള പൊളിറ്റിക്കലായിട്ട് നമ്മൾ ഇടപെടേണ്ടതും ആഗോളതലത്തിലുള്ള എമിഷൻ കുറയ്ക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയാത്തത് അതിനോട് യോജിപ്പുള്ളത് കൊണ്ടല്ല. ഈ ദിവസം നമ്മൾ ഈ ഇക്കോ റിസ്റ്റോറേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതെല്ലാം അവിടെ ഉണ്ട്, അതിൽ നമ്മൾ ഇടപെടുക തന്നെ വേണം. പക്ഷെ പ്രാദേശികമായിട്ടും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ചെയ്യാതെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് ആണ് ഒരു കാര്യം. ഇതെല്ലാം വന്നു നിൽക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ വീണ്ടും പറഞ്ഞിട്ടുള്ള മനുഷ്യന്മാര് എങ്ങനെയാണ് മനുഷ്യരുടെ പ്രകൃതിയെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ പ്രകൃതിയെ മനസ്സിലാക്കുന്നത്, അതിന്റെ ഒരു റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിന്റെ രാഷ്ട്രീയവും സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അതിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് പലപ്പോഴും ആധുനികതയ്ക്ക് ശേഷം നമ്മളുടെ മനുഷ്യ വികസനത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയപ്പോ മനുഷ്യരിൽ ചിലർ എന്ന് പറയുമായിരിക്കും നല്ലത്, എല്ലാ മനുഷ്യരും എന്ന് പറയുന്നതിനേക്കാൾ മനുഷ്യരിൽ ചിലർ ഈ പ്രകൃതിയിൽ നിന്നും വളരെയധികം നമ്മൾ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവുന്ന മാറ്റങ്ങളെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും. ഇപ്പൊ കൃഷി എടുക്കുന്ന, കാട്ടിൽ തേനെടുക്കുന്ന ഒരു കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് കാടിനെ പറ്റി നമ്മൾ ഇത്രയും ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ കാടിൽ പ്രശ്നം ഉണ്ടാവും എന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് തേൻ എടുക്കുന്ന നേരത്ത് കുറച്ച് തേൻ അവിടെ ബാക്കി വെക്കും. നെല്ലിക്ക എടുക്കുന്ന നേരത്ത് നെല്ലിന്റെ മരം വെട്ടാതെ സൂക്ഷിക്കും. അതുപോലെ കിഴങ്ങെടുക്കുന്ന നേരത്ത് കുറച്ച് കിഴങ്ങ് അവിടെ ബാക്കി വെക്കും. ഇത് അടുത്ത വർഷത്തേക്ക് ഇത് വളരേണ്ടതാണ് എന്നുള്ളതുകൊണ്ട്. അപ്പൊ കാട്ടിൽ മൃഗങ്ങൾ വേണോന്ന് ചോദിച്ചാൽ കാട്ടിൽ മൃഗങ്ങൾ വേണം എന്ന് അവര് പറയും. കാട്ടിൽ മൃഗം വേണ്ടതാണോ വേണ്ടതല്ലയോ എന്നുള്ളത് ഒരു ചിന്തേന്റെ പ്രശ്നമല്ല അവർക്ക്. ഇനി നമ്മൾ കർഷകരിലേക്ക് വരികയാണെങ്കിൽ, കുറച്ചും കൂടി വികസിച്ച് കർഷകരിലേക്ക് വരികയാണെങ്കിൽ, കർഷകരെ സംബന്ധിച്ച് മണ്ണിൽ മണ്ണിര വേണം. ഏത് വളം ഇട്ടാലും, ഏത് തരം വളം ഇട്ടാലും അവരെ ക്രോപ്പ് വളരണമെങ്കിൽ മണ്ണിൽ മണ്ണിര വേണം എന്ന് അവർക്കറിയാം. അതുപോലെ മലയിൽ മഴ പെയ്താല് ആ മലയിൽ കാടുണ്ടെങ്കിൽ മഴവെള്ളത്തിന്റെ കൂടെ വളം ഒഴുകി വരും എന്നവർക്കറിയാം. അത്തരത്തിലുള്ള, അതുപോലെ ഈ നമ്മള് ഞാറ്റുവേല എന്നൊക്കെ പറയുമല്ലോ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഓക്കെ ഇന്ന ദിവസം മഴ പെയ്താൽ നമുക്ക് ഇന്ന ദിവസം വിത്തിടാം, ഇന്ന സമയത്ത് മഴ പെയ്താൽ നമുക്ക് ദോഷമാണ്, അത്തരം കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അതിൽ നിന്നും പിന്നെയും നമ്മള് കുറച്ച് കച്ചവടക്കാര് അല്ലെങ്കിൽ മാസം മാസം നമുക്ക് ശമ്പളം കിട്ടുന്ന ആളുകളൊക്കെ ആയി മാറുമ്പോഴേക്കും ഈ പ്രകൃതിയുടെ താളത്തിൽ വരുന്ന മാറ്റവും ചുറ്റുവട്ടത്തുള്ള മാറ്റവും നമ്മളെ ബാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ശരിക്കും സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കാൾ മാർക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള മനുഷ്യന്മാരുടെ മനുഷ്യന്റെ ഇൻഓർഗാനിക് ബോഡിയാണ്, അജൈവ ശരീരമാണ് പ്രകൃതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആധുനിക കാലത്തെ മനുഷ്യരെ സംബന്ധിച്ച് ഈ അജൈവ ശരീരത്തെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? പകരം നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത് പ്രകൃതി എന്ന് പറയുന്നത്, പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ഫാഷൻ പോലെ. നമുക്ക് ജൂൺ 5-ന് മരം നടാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പച്ച കളറുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് വെക്കാം, എല്ലാത്തിനെയും ഗ്രീൻ എന്ന് പേരിടാം. അപ്പൊ ഗ്രീൻ റിസോർട്ടുകൾ ഉണ്ട്, എല്ലാ പ്രോഡക്റ്റിന്റെ മേലെ നമുക്ക് ഗ്രീൻ എന്നുള്ള പേര് കാണും. അത് കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേര് കൂടിയാണ്. പക്ഷെ അത്തരത്തിൽ നമുക്ക് പ്രായോഗികമായി നമ്മൾ പ്രകൃതിയിൽ നിന്നും മാറിപ്പോവുകയും, എന്താണ് പ്രകൃതി എന്ന് ചോദിച്ചാൽ നമുക്ക് കാട്ടിലേക്ക് ഫോട്ടോ എടുക്കാൻ പോകണം, ടൂറിസ്റ്റ് ആയിട്ട് കാട്ടിൽ പോകണം. അതുകൊണ്ടാണ് കാട്ടിൽ ടൂറിസ്റ്റ്, ഇപ്പൊ ഞങ്ങൾ വയനാട്ടുകാർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാവർക്കും കാട്ടിൽ നിന്ന് കടുവേനയോ ആനയോ കണ്ടേ പറ്റുള്ളൂ. കണ്ടില്ലെങ്കിൽ അവർ കൂടെ പോകുന്ന ടൂറിസ്റ്റ് ഗൈഡുകളെ ചീത്ത വിളിക്കും.
പക്ഷെ അതേസമയം അവർ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ആനയോ കടുവയോ കണ്ടാൽ അത് അപ്പൊ തന്നെ സർക്കാർ വരികയും പിടിക്കുകയും മാറ്റുകയൊക്കെ ചെയ്യേണ്ട ജീവികളായി മാറുന്നു. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കാഴ്ചയിൽ ഉണ്ടാകുന്ന വലിയ വ്യത്യാസമുണ്ട്. ഈ ഒരു അകലം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് നമുക്ക് ആവശ്യങ്ങളെ പറ്റിയും അത്യാഗ്രഹത്തെ പറ്റിയിട്ടുള്ള ധാരണയിലുള്ള പ്രശ്നമാണ്. മനുഷ്യർക്ക് എന്തൊക്കെയാണ് ആവശ്യവുമായി അത് വീണ്ടും നമ്മൾ ഇന്ന് എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ അധികവും സംസാരിച്ചിട്ടുള്ള ഗാന്ധിയെ പറ്റിയിട്ടാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള വാക്കിലേക്ക് നമ്മൾ എത്തി നിൽക്കേണ്ടി വരും. എന്താണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാവരുടെയും ആരുടെയും അത്യാഗ്രഹത്തിനുള്ളത് നമ്മുടെ ചുറ്റും ഇല്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട വാക്ക് ഇതാണ്: എന്റെ ആവശ്യം എന്താണ്, എന്റെ അത്യാവശ്യം എന്താണ് എന്ന് മനസ്സിലാവുന്ന ഒരു കുട്ടിക്ക് എന്റെ ചുറ്റുമുള്ള പ്രകൃതി എന്താണ്, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെന്താണ്, മനുഷ്യർക്ക് അപ്പുറത്തേക്ക് മറ്റ് ജീവജാലങ്ങൾ എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവര് ഞാനും ചേർന്ന് ഒരുപോലെ ജീവിക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാകുന്ന ഒരു കുട്ടിക്ക് അവന്റെ ആവശ്യത്തിനുള്ളത് എടുക്കാനും അവന്റെ അത്യാഗ്രഹത്തിനുള്ളത് എടുക്കാതിരിക്കാനും, അതുപോലെ അത്യാഗ്രഹത്തിന് വേണ്ടി എടുക്കുന്ന മറ്റ് മനുഷ്യരെ ചോദ്യം ചെയ്യാനും മറ്റ് വ്യവസ്ഥകളെ ചോദ്യം ചെയ്യാനുമുള്ള ത്രാണി ഉണ്ടാവുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരർത്ഥത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചാല്, നമുക്ക് സ്വയം നമ്മുടെ അത്യാഗ്രഹത്തിന് വേണ്ടി നമ്മൾ എത്ര എടുക്കുന്നുണ്ട്, എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ബോധ്യമില്ല. അതെല്ലാം നമ്മൾക്ക് കിട്ടേണ്ട ഒരു നമുക്ക് വേണ്ട ഒരു എന്താണ് പറയാ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുകയും അതിന്റെ അപ്പുറത്തുള്ള ഏതോ ഒരാൾ അല്ലെങ്കിൽ ഏതോ ഒരു വ്യവസ്ഥയാണ് പ്രശ്നം എന്ന് സങ്കല്പിക്കുകയും ചെയ്യുമ്പം നമുക്ക് ആ വ്യവസ്ഥയോട് യഥാർത്ഥത്തിൽ പൊരുതാനുള്ള കരുത്ത് പോലും ഇല്ലാതാവുകയും എന്താണ് പ്രശ്നമെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഈ പറയുന്ന ഈ ഇക്കോളജിക്കൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഈ അകലം കൂടുന്നതിന്റെ പ്രശ്നം വളരെ വളരെ വലുതാണ്. ഇക്കോ റിസ്റ്ററേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള, ലാൻഡ് റിസ്റ്ററേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ റെസിലിയൻസ്, താങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഒരു വശത്ത് നമ്മൾ പരിസ്ഥിതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്, ഒരു വശത്ത് പരിസ്ഥിതി എന്താണ് ഇക്കോസിസ്റ്റം എന്നുള്ളതിനെ പറ്റി മനുഷ്യരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്ഹോൾഡ് ചെയ്യുന്ന രാഷ്ട്രീയം എന്താണ്, വിഭവങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച് ഒക്കെ പരിസ്ഥിതി രാഷ്ട്രീയം എന്താണെന്നുള്ളത് കൂടി നമുക്ക് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോ ആരും ഒരാൾ കുഞ്ഞുങ്ങളോടാണ് നമുക്ക് സംസാരിക്കേണ്ടത് എന്ന് ഒരിക്കൽ എഴുതിയിരുന്നു. എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങളോട് നമ്മൾ ഇത് തന്നെയാണ് സംസാരിക്കേണ്ടത് എന്നാണ്. കാരണം നമുക്ക് വളരെ ആലങ്കാരികമായിട്ട് ഓൺലൈനിൽ കിട്ടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ആഗോളതലത്തിൽ കാർബണിന്റെ PPM ഇത്രയാണ്, അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം നമുക്ക് പറയാം. അത് അവർക്ക് ഇൻഫർമേഷൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് തന്നെ സ്വയമേവ ഇന്റർനെറ്റിൽ നിന്ന് എടുക്കാനും പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ നമുക്ക് ഇക്കോ റെസ്റ്റോറേഷനെ പറ്റിയിട്ടുള്ള ഒക്കെയുള്ള പല ലേഖനങ്ങളും അവർക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. പക്ഷെ അവർക്ക് ലഭ്യമാകാതിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന രാഷ്ട്രീയമായിരിക്കും. അത് കുഞ്ഞുങ്ങളോട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റണം. നമുക്ക് എത്ര എടുക്കാൻ കഴിയും, നമുക്ക് എവിടെ മുതലാണ് എൻ്റെ അത്യാഗ്രഹം തുടങ്ങുന്നത്, എൻ്റെ ഈ അത്യാഗ്രഹത്തെ ഉപജീവിച്ചിട്ടാണ് ക്യാപിറ്റലിസം നിലനിൽക്കുന്നത്, എൻ്റെ ഈ അത്യാഗ്രഹത്തെ ഉപജീവിച്ചിട്ടാണ് അമിതോൽപാദന വ്യവസ്ഥ നിലനിൽക്കുന്നത്. ആ വ്യവസ്ഥയാണ് നമ്മൾ എല്ലാവരും അടങ്ങുന്ന ഈ സമൂഹം ഇന്ന് നേരിടുന്ന, ഈ ഭൂമി ഇന്ന് നേരിടുന്ന വലിയ വിപത്തായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റണം. ഇനി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ആരൊക്കെ ആയിരിക്കണം നമ്മുടെ മുന്നിൽ വേണ്ട ആളുകൾ? എന്റെ സൗകര്യങ്ങൾ വരെയാണോ ഞാൻ സമരം ചെയ്യുന്നത്, അതോ എനിക്ക് താഴെയുള്ള ആളുകൾ? ക്ലൈമറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള നീതിയെ സംബന്ധിച്ചിട്ടുള്ള, വിഭവോപയോഗത്തിലെ നീതിയെ സംബന്ധിച്ച്, വിഭവ വിതരണത്തിലെ നീതിയെ സംബന്ധിച്ച് എല്ലാ മനുഷ്യരെ പറ്റിയും ആലോചിക്കാൻ വേണ്ടി നമുക്ക് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യർക്കും അപ്പുറത്തേക്ക് മറ്റ് ജീവജാലങ്ങളും കൂടി ചേർന്ന
സന്തുലിതമായിട്ടുള്ള ഒരു ഭൂമിയിൽ മാത്രമാണ് നമുക്ക് തുടർച്ചയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ പൂർണ്ണ അർത്ഥത്തിൽ വെൽനെസ് എന്ന് പറയുന്നത് എന്നുകൂടി നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇതെല്ലാം ഇക്കോ റിസ്റ്ററേഷനുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന ലാർജർ വലിയ ഒരു വലിയ ക്യാൻവാസിൽ അതിനെ കണ്ടാൽ അതിന്റെ ആശയതലമാണ്. ഇത്രയും പറയാൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, കാലാവസ്ഥ വ്യതിയാനം എന്നത് 10 മിനിറ്റ് കൊണ്ട് പറയാന്ന് പറഞ്ഞാൽ വളരെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഫലമായിട്ട്, പ്രത്യേകിച്ചും വാതകങ്ങളുടെ വിന്യാസത്തിലുള്ള മാറ്റത്തിന്റെ ഫലമായിട്ട് നമ്മുടെ കാലാവസ്ഥാ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന, വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. കാലാവസ്ഥാ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വാദങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന വിൻഡുകളുടെയും അതുപോലെ മഴയുടെയും ഒക്കെ താളത്തിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് മഴ പെയ്യും, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് തണുപ്പായിരിക്കും, മഞ്ഞായിരിക്കും, ചൂടായിരിക്കും എന്നുള്ളതാണ് കാലാവസ്ഥ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ്, അതായത് മഴ, വെയിൽ, ചൂട് തുടങ്ങിയിട്ടുള്ള അന്തരീക്ഷ അവസ്ഥകളുടെ ക്രമത്തിനനുസരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ജീവിതം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ കൃഷിയുടെ താളം, നമ്മുടെ ഉത്സവങ്ങളുടെ താളം, നമ്മളുടെ എല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഈവൻ നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന്റെ താളം, ഇതെല്ലാം തന്നെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ഈ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇത് നൂറ്റാണ്ടുകളായിട്ട് ഈ കാലാവസ്ഥ ചക്രം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ 300 വർഷങ്ങളായിട്ട് ഭൂമിയിൽ നടന്നിട്ടുള്ള പലവിധമായിട്ടുള്ള കാരണങ്ങളാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇന്ധനങ്ങൾ കത്തിക്കുക വഴി അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളിയിട്ടുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് ഭൗമാന്തരീക്ഷത്തിൽ കൂടിയതിന്റെ ഫലമായി ഈ പറയുന്ന മഴയുടെയും കാറ്റിന്റെയും ചൂടിന്റെയും ഒക്കെ താളത്തിൽ വലിയ തോതിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ആ വ്യത്യാസത്തെയാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ നമുക്ക് പറയാം, സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് ജൂണിൽ മഴ കിട്ടിക്കൊണ്ടിരുന്നു, 6 മാസത്തോളം ഏറിയും കുറഞ്ഞും മഴ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് കേരളം. അതിനൊരു താളം ഉണ്ടായിരുന്നു. മൺസൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലവർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈവൻ നമ്മളുടെ സങ്കല്പങ്ങളെ പോലും സ്വാധീനിച്ചിരുന്ന ഒരു സംഗതിയാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ചെറുതായി വന്ന് ഇപ്പൊ വലിയ തോതിൽ അതിന്റെ താളം വല്ലാതെ മാറി മറിഞ്ഞിരിക്കുന്നു. നമുക്ക് 6 മാസം കൊണ്ട് കിട്ടേണ്ട മഴ 3 മാസം കൊണ്ട് കിട്ടും. ആ 3 മാസത്തിൽ തന്നെ ഒരു ദിവസം, ചിലപ്പം 3 മാസം കിട്ടേണ്ട മഴ ഒരു ദിവസം തന്നെ പെയ്തൊഴിയും. പിന്നീടുള്ള ദിവസം നമുക്ക് ചൂടായിരിക്കും. അതുപോലെ ചൂട് വല്ലാതെ കൂടുന്നു. ഇതൊക്കെ കുട്ടികൾക്ക് തന്നെ അനുഭവിക്കുന്ന കാര്യമാണ്. ഇതിനെയാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് വിളിക്കുന്നത്.